ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പഞ്ചസാര കാരമൽ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കട്ടിയുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽട്ടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനു മുന്നേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പതുക്കെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ഒരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം. 150 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുരു കളഞ്ഞതിന് ശേഷമാണ് ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇതൊരു സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴത്തിന് കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരമുള്ള ഈന്തപ്പഴമാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അരിച്ചെടുത്ത ഡേറ്റ്സിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്, അതും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. നമുക്ക് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പാണ്. അത് 1/2 കപ്പാണ് ഉള്ളത്. ആ 1/2 കപ്പ് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml മൈദയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ 120 ഗ്രാം മൈദ ഇട്ട് കൊടുക്കണം. ഇനി ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. മൈദ എടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ മൈദ കുറച്ചെടുത്ത് അതിന് പകരം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ഇളനീറിൻ്റെ പൾപ്പും കൂടി ഇട്ട് കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയതാണിത്. പിന്നെ വേണ്ടത് കുറച്ച് ഡേറ്റ്സും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ ഒഴിക്കാൻ പോകുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബാറ്റർ ഒഴിക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പേ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നെയ്യ് തടവി കൊടുക്കണം. എന്നിട്ട് മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഡയറക്റ്റ് തന്നെ ഗ്യാസിൻ്റെ മേലിൽ വെച്ചിട്ട് തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേറൊരു സ്റ്റൗവിൽ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരണം. കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ദോശക്കല്ലിലേക്ക് എടുത്ത് വെക്കാം. വിസിലിടാതെയാണ് വെക്കേണ്ടത്. ഇതൊരു 30 മിനിറ്റ് സമയമെടുക്കും ഇതൊന്നായി വരാനായിട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സോസ് തയ്യാറാക്കിയെടുക്കാം. കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ ഞാനിവിടെ ഇളനീറാണ് എടുത്തിട്ടുള്ളത്. 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൾപ്പ് ഒരു 1.5 കപ്പോളം പൾപ്പുണ്ടായിരുന്നു. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീർ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കണം. അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ജലാറ്റിൻ ഉരുക്കിയെടുക്കാനുണ്ട്. പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്ത് ഇതൊന്ന് മെൽട്ടായി കിട്ടണം. മെൽട്ടായി കിട്ടിയ ജലാറ്റിൻ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്ത ഇളനീർ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരം ഉണ്ടായിരിക്കണം.
പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് ജലാറ്റിനാണ്. ജലാറ്റിൻ ഒരുക്കിയത് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലൂസ് ഉണ്ടായിരിക്കണം, അധികം ടൈറ്റായി പോകരുത്. ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടൈറ്റായി വരും. ഇതിവിടെ റെഡിയായി. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്ക് ഇപ്പോൾ വെച്ചിട്ട് 40 മിനിറ്റ് ആവാനായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ പൾപ്പ് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് അത് ഒഴിച്ചു കൊടുക്കണം. കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാരമലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം അതുപോലെ തന്നെ എടുത്താൽ മതി. കേക്കിൻ്റെ സൈഡൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഒരു 2 മണിക്കൂർ ഇത് നന്നായിട്ട് തണുക്കണം. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തിട്ടെടുക്കുക. തണുത്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറായി. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇളനീർ ഇല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.